അതായത് നാളെ പെരുന്നാളാണ്. ഇപ്പൊ നാളെ പെരുന്നാളാകുമ്പോ ഇപ്പൊ ഞാൻ രാത്രി വീടെടുക്കുന്നു. ഈ രാത്രി വേറെ തന്നെ ഒരു സന്തോഷം, എന്തോ ഒരു തരം വേറെ തന്നെ ഒരു സന്തോഷ സമാധാനം. എനിക്ക് മാത്രമേ ഉള്ള ഒരു ഫീൽ ആണോ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ. എനിക്ക് എങ്ങനെയാ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അതായത് നാളെ പെരുന്നാള്, ഇന്നത്തെ ഈ ഒരു മോന്തി വേറെ തന്നെ ഒരു സന്തോഷം, ഒരു സമാധാനം. പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഞാൻ മറ്റേ കുപ്പായിൽ ഇസ്തിരി ഇട്ട് ഒന്നും കൂടി എടുത്ത് ഇട്ട് പിന്നെ ഷൂ ഒക്കെ ഫുള്ള് തുടച്ച് എല്ലാം സെറ്റാക്കി ഇങ്ങനെ നാളെ ഇട്ടിട്ട് പോയിട്ട് ഫുള്ള് ഷോ കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോഴൊരു സന്തോഷ സമാധാനം ഉണ്ട്. നാളെ പെരുന്നാളെന്നാ. എന്റെ ഫാൻ അടിച്ചു കറങ്ങുന്നേ ഇല്ല, കൊന്നിട്ട്. എന്തായാലും നാളെ പെരുന്നാൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഡാൻസ് കളിക്കാം. ഈദ് മുബാരക്, ഈദ് മുബാരക്, എല്ലാവർക്കും ഈദ് മുബാരക്. പെരുന്നാൾ പോകുന്ന എല്ലാ ആൾക്കാരും വെറുതെ ഒന്ന് തണ്ടാൻ പോകും പുറത്തല്ലോ. നമ്മളൊന്ന് തണ്ടാൻ പോവാണ് പുറത്ത്. ഇക്കാക്ക പാന്റ് ഒന്നും എടുത്തിക്കില്ല എന്ന് പറഞ്ഞു. ഓനിക്ക് എന്തോ പാന്റ് എടുക്കണം പോലും. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ പാന്റ് എടുത്തിക്കില്ല. ഞാൻ നോമ്പ് തുടങ്ങി 1-ാം തീയതി എന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുപ്പായം പാന്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പുറത്തു പോകണം. നമ്മള് ചങ്കും മങ്കും ഇവിടെ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഒരുത്തന്റെ കാലൊക്കെ ഒടിഞ്ഞു കഴിച്ച് രണ്ടും കൂടി അടി കഴിഞ്ഞിട്ടാണ് ഇവൻ മതിലിന്റെ മണ്ടയൊന്നും തുള്ളിയിട്ടാണെന്നല്ല. ഒരുത്തന്റെ കാല് ഒടിഞ്ഞിട്ട് ഒരു കാല് കുത്തിയിട്ടാണ് നടക്കുന്നത്. ഇത് എവിടുത്തെ പൂച്ചയെന്നൊന്നും അറിയില്ല. വന്നിട്ട് ഒരക്കുന്നുണ്ട്. നാളെ പെരുന്നാളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുന്നു വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒരു പ്രോ റൈഡറിനെ കൂട്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. ഇവന്റെ കുറെ വിശേഷങ്ങളുണ്ട്, ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞത്. ഒരു പ്രോ റൈഡറാണ്. കാറിന്റെ ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ കാർ പഠിച്ചിട്ട് ആകെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തരത്തിലെ ഇവന്റെ ഒപ്പം പോകുന്നുള്ള കാര്യം എനിക്കോലും അറിയില്ല. സാധാരണ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറില്ലായിരുന്നു. പക്ഷെ ഇവന്റെ ഒപ്പം കാറിൽ പോയി നോക്കുമ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് മാത്രമല്ല ഹെൽമെറ്റും കൂടി എടുത്ത് ഇട്ടിട്ടുണ്ട്. കാർ ഓടിക്കാനല്ല അറിയാം, പക്ഷെ എന്തൊക്കെയോ ഒരു സ്റ്റിയറിംഗ് ലെവലില്ലാത്ത പോലെ തിണ്ടിന്റെ മണ്ടക്കവും മതിലുമല്ലൊക്കെ കൊണ്ടുപോയിട്ട് ഇടിച്ചു കൊടുക്കുന്ന പോലെ. ഇൻഡിക്കേറ്റർ ഇടുന്നില്ല, ഓൺ അടിക്കുന്നില്ല, ഒരു തേങ്ങ അടിക്കാണ്ട വളച്ചിട്ട് പോകുന്നത്. അങ്ങനെ എങ്ങനെയല്ല നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവനിക്ക് പാന്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെ തലശ്ശേരിയിൽ എത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയായിട്ടൊരു അതിശയമുണ്ട്. ഞാൻ ഇവന്റെ ഒപ്പം എവിടെയും കാറിലാ പോയിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാറിൽ പോകുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ മൊട്ടയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കടന്ന് വളക്കുന്നൊക്കെ കാണണം. വെട്ടിക്കടലെ പാന്റ് ഒന്നും പറ്റൂല പോലും. ലിവൈസിലെ ബ്രാൻഡ് പാന്റിലെ വേണമെന്നല്ലാണ് പറയുന്നത്. പ്ലെയിൻ ബ്ലാക്ക് പാന്റ് വേണമെന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഫുള്ള് പാച്ച് വർക്കും കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാറ് പാർക്ക് ചെയ്തിട്ട് ഹെഡ്ലൈറ്റ് വരെ ഓഫാക്കാനുള്ള ബോധം ഇല്ലായിരുന്നു. നാളെ പെരുന്നാളാണ്ട് കാറും കൂടി കുറച്ചൊന്ന് ഓടിച്ച് ലെവലാക്കണം എന്നുള്ള രീതിക്കായിരുന്നു ഇന്ന് നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ പാന്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇനി എന്താ അടുത്ത പ്ലാൻ. അപ്പം പറഞ്ഞു എനിക്ക് വേറെ എന്തൊരു സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഗൂഗിൾ മാപ്പിലൊക്കെ തപ്പാണ് അത് എവിടെയാ ലൊക്കേഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ തപ്പിട്ട് ഷോപ്പ് കണ്ടുപിടിച്ചു. എന്റെ കാർ ഇവന് ഏതോ നടുറോട്ടിന്റെ സൈഡിൽ കൊണ്ടിട്ട് പാർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഫൈൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. നേരെ ക്യാമറന്റെ താഴത്താണ് കാർ കൊണ്ട് പാർക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അത്ര ഷീനില്ല എന്ന് വിചാരിക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളക്കാനും തിരിക്കാനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ടേക്ക് നടക്കുവാണ്, നടന്നിട്ട് പോവാണ് ഷോപ്പിൽ. അപ്പൊ ഇതാണ് നമ്മുടെ തലശ്ശേരിന്റെ അവസ്ഥ. ഫുള്ള് ലൈറ്റിലും കത്തിച്ചിട്ട് ഫുള്ള് മിന്നാമിനി പോലെ ഉണ്ട്. ഞാൻ മാസ്ക് ഇട്ട് നടക്കണില്ല. പിള്ളന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ട്, എന്നെ അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട്, വെക്ടർ ഹീൽ എന്നും പറഞ്ഞിട്ട് ഓടി വരും. ആണ് ഞാൻ ഒരു മാസ്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ വന്ന ഇത് കണ്ട ഗൈസ്, ഈ ബെൽറ്റ് കണ്ട, ഇതൊക്കെ പെരുന്നാക്ക് ഇട്ടിട്ടുണ്ട് മോനെ. കൊണ്ടോ കറങ്ങുന്ന സാധനമൊക്കെ ഉണ്ട് മോനെ. ഇതൊക്കെ എല്ലാം സീന് സാധനം. ഇതിട്ടങ്ങ് കറക്കണം. ഇതണ്ട കണ്ണിട്ടില്ല കുറെ ഇവന്മാരെ മൊത്തം എടുക്കുന്ന കൊടുത്താലോ. ഇതാണ് ഗൈസ് ഇപ്പൊ ട്രെൻഡ്. പെരുന്നാക്ക് 2-3 സാധനങ്ങളാണ് ഇപ്പത്തെ ട്രെൻഡ്. ഒന്ന് ലിനൻ ഷർട്ടും പാന്റും, പിന്നെ ഈ ഒരു കൈ കെട്ടുന്ന സാധനം. ഇത് വായിക്കാൻ വേണ്ടിട്ട് മാത്രം കുറെ എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെയുള്ള വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ നമ്മളെ ജിം പാർട്ണറും ഓന്റെ ടീംസും ഇവിടെ വന്നിട്ടുണ്ട്. ഓർക്ക് ബാൻഡ് വേണം നമ്മൾ കൈ കിട്ടുന്നത്. അങ്ങനെ പാന്റ് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് ചിരിക്കുന്നത് വളക്കുന്നത് നിങ്ങൾ നോക്കണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കോണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലോ വണ്ടി ഓടിക്കുന്ന പോലെ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് നെഞ്ചു കത്തിയിട്ട് ഇരിക്കുന്നത്. അതായത് നേരെ പോകുന്ന റൂട്ടിൽ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ മൊട്ടയാന്നക്കലാണ് പറയുന്നത് സ്വന്തമായിട്ട്. ഞാൻ എനിക്ക് എങ്ങനെയല്ലോ പുരക്കെത്തിയോടെ എനിക്ക് നല്ല ദാഹം. നോക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ മുന്തിരി ഉണ്ട്. അതെടുത്ത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തിന്നുന്നുണ്ട്. ഏകദേശം 1/2-3 മണിക്കൂറോളം ഞാൻ ആ മുന്തിരി ഓരോന്നോരോന്ന് നല്ല മാത്രം എടുത്തിട്ട് തിന്നുന്നൊരു ഫ്രിഡ്ജ് വരെ പറയുന്നുണ്ട് ലാസ്റ്റ്. എന്നെ ഒന്ന് അടക്കടാ, ഇങ്ങനെ തുറന്നിട്ടുള്ള തണുപ്പെല്ലാം പോടാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് അവിടെ കൂത്തിട്ട് കുലുമാലാക്കുന്നുണ്ട്. ഞാനാണ് മുന്തിരി ഒരേ തിന്നലോട് തിന്നല്, ഫുള്ള് തിന്നൽ. ഈദ് മുബാരക്, ഈദ് മുബാരക്, എല്ലാവർക്കും ഈദ് മുബാരക്. നാളെ പെരുന്നാളെല്ലാം ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സുന്ദരനെല്ലാം ആവണ്ടേ. പള്ളിയിലൊക്കെ പോകുന്നതല്ലേ, ആൾക്കാരെല്ലാം കാണുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കണ്ട. അപ്പൊ കുറച്ച് സുന്ദരനായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച് എന്റെ മസിലെല്ലാം പോയി, എല്ലാം ചപ്പ് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മണിക്ക് എണീച്ചിട്ടുണ്ട്. 7:30 പെരുന്നാൾ നിസ്കാരം. അത്താഴത്തിന് എണീക്കുന്ന പോലെയല്ലേ, ഇന്ന് ഭയങ്കര കിളി പോയ പോലെ. ഒരു കാര്യം എനിക്ക് ബോധം ഓർമ്മയില്ല. എണീച്ചപാട് നമ്മളെ തക്ബീറൊക്കെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. അത്താഴത്തിന് എണീച്ച് ഫുഡ് സാധാരണ കഴിക്കുന്നത് കൊണ്ട് 6 മണിക്ക് എണീച്ചിട്ട് എനിക്ക് ചെറുതായി
ചെറുതായിട്ട് വിശക്കുന്നു ചെറുതായിട്ടില്ല, കുറച്ച് നല്ലോണം വിശക്കുന്നു. ഇവിടെ നിന്നാണ് തിന്നാനൊന്നുമില്ല. ഞാൻ ഇവിടെ കുറെ ടീ കേക്ക് തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആകെ ഈ ടീ കേക്ക് മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് തിന്നുന്നുണ്ട്. നാസ്ത ഒന്നും ഇപ്പൊ ഇല്ലേ, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടെല്ലാം മൈൻഡായിരിക്കും നാസ്ത എല്ലാം കിട്ടൂല. ഇപ്പൊ വെറും ചായ ടീ കേക്ക് തിന്നോന്നാണ് പറയുന്നത്. ഇതൊന്നും തിന്നിട്ട് എന്റെ വയറൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ 2-3 എടുത്തിട്ട് അങ്ങോട്ട് തിന്നുന്നുണ്ട്. ആണല്ലോ, ഇന്ന് പെരുന്നാളാണല്ലോ. ഇന്റെ ഷൂ ഞാൻ എടുക്കട്ടെ. ഇന്റെ ഷൂ ഇന്ന് പെരുന്നാളാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ സ്വഭൈ നിസ്കാരം എണീച്ചിട്ട് ഇങ്ങോട്ട് നിസ്കരിക്കുന്നുണ്ട്. രാവിലെ ആവാനായി ഗൈസ്, 7:30 നിസ്കാരം പള്ളിയിലുള്ളത്. അപ്പത്തേക്ക് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട്. ഞാൻ ബ്ലേഡ് ഇട്ട് ഷേവ് ചെയ്യാത്ത കാലം മറന്നു. കുറെ കാലം ഞാൻ ഇങ്ങനെ ബ്ലേഡ് ഇട്ട് ഷേവ് ചെയ്തിട്ട്. കാരണം ബ്ലേഡ് ഇട്ട് ഷേവ് ഞാൻ ചെയ്യാറില്ല, കൂടുതൽ ട്രിമ്മിങ് ആണ് ഇപ്പൊ ചെയ്യാറ്. കാരണം ഈ സാധനം യൂസ് ചെയ്ത് എനിക്ക് അപ്പടെ കുരുവൊക്കെ വരും, മുഖമൊക്കെ അലമ്പാവും. പിന്നെ ഞാൻ ഇന്ന് പെരുന്നാളായതുകൊണ്ട് മുഖമൊക്കെ കുറച്ച് ക്ലീൻ ആയിക്കോട്ടെ നീ ചെയ്തിടാൻ നീ ഒരുത്തനെ കണ്ട കന്തൂറൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടിരുന്ന് ഞാൻ എന്റെ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി. ഇതാണ് മെയിൻ പാർട്ട്. ഇത് പെട്ടെന്ന് തീർത്തത് കൊണ്ട് ഇനി അത്ര വലിയ കുഴപ്പമില്ല. അല്ല, ഇത് ചെയ്ത് ഇരുന്നപ്പോഴത്തേക്ക് നിസ്കാരം അങ്ങ് കഴിയും. അവിടെ ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കും. പിള്ളേർക്കെല്ലാം നല്ല എക്സൈറ്റ്മെന്റ് ഇട്ടേട്ടാ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ഫുള്ള് മറ്റേ പുതിയ കുപ്പായം, പാന്റ്, ഷൂ ഇതൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് വേറെ തന്നെ എക്സൈറ്റ്മെന്റ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സമയം കിട്ടിക്കില്ല. ഡയറക്റ്റ് ഇവിടെ ഈദ്ഗാഹിലേക്ക് എത്തിയിട്ടുണ്ട് മോനെ. ഇവിടെ നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ. ഞാൻ വന്നാടുന്ന നിസ്കാരം തുടങ്ങാനുമായി. ആകെ ഒരു 2 മിനിറ്റ് മുമ്പാണ് ഞാൻ എത്തിയത്. ആ പള്ളിയിലെ മുക്കരി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇപ്പോൾ പെരുന്നാൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. വെള്ള പാന്റ് ആയതുകൊണ്ട് ഞാൻ പുറക്കുന്നതിന്റെ മുസലിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അല്ല എന്റെ ഫുള്ളി ഷൊത്തയാവും ഷൊത്ത. അങ്ങനെ എല്ലാ ആൾക്കാരും ഓടി വന്നിട്ടുണ്ട്. നമ്മൾ പെരുന്നാൾ നിസ്കാരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇത്ര ആൾക്കാരുണ്ട് ഗൈസ് ഈദ്ഗാഹിൽ. അങ്ങനെ മെയിൻ ആയിട്ടുള്ള നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ് പെരുന്നാളിന്റെ. ഇനി കുറച്ച് കുത്തുബയാണ്. കുത്തുബ പ്രസംഗമൊക്കെ കേട്ടിട്ട് പോയാൽ മതി, കുറച്ച് നന്നായിട്ടൊക്കെ പോയാൽ മതി. കുത്തുബ കേൾക്കാൻ ഇരുന്ന് മോനെ ഇവിടെ ഫുള്ള് വെയിലാണ്. ഓരോരുത്തർ വേർത്ത് കുളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല ചൂടുണ്ട്, വെയിലടിച്ചിട്ട് ഇതാണ്ട് ഓരോരുത്തർ വേർത്ത് കുളിക്കുന്നുണ്ട്. ബാക്കിന്ന് ഡയറക്റ്റ്, അതായത് തലേന്റെ മൂർത്തിക്ക് എന്ന് പറയത്തില്ല, തലേന്റെ മൂർത്തിയിലാണ് നല്ല സൂര്യപ്രകാശം ഉള്ളത്. അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് അടിച്ച് വേർത്ത് കുളിക്കുവാണ്. വൈദ്യവായി ഞാൻ ഈ ഒരു ബ്രൗൺ ഷർട്ടാണ് എടുത്തത്. ഇതുപോലത്തെ കുറെ സെയിം കളർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്റെ പെരുന്നാൾ ഊമ്പി. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിൽ എന്തോ മുട്ടായി കൊടുക്കുന്നുണ്ടായിരുന്നു, അത് എനിക്കും കിട്ടി ഒരു മുട്ടായി എല്ലാം എന്തോ അണ്ടിപ്പരിപ്പിച്ചിട്ടുള്ള എന്തോ ഒരു സാധനം. അങ്ങനെ കുത്തുബയും കഴിഞ്ഞ് എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനിയാണ് നമ്മളെ കെട്ടിപ്പിടിക്കുന്നത്. എല്ലാവർക്കും കൈ കൊടുക്കും, ഈദ് മുബാറക്ക് ഫുള്ള് കെട്ടിപ്പിടിക്കും. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലൊക്കെ ഉണ്ടോ തപ്പുവാണ്. ഇതുകൊണ്ട് ആരോ പാന്റ് വാങ്ങിച്ചിട്ട് അതിന്റെ ടാഗ് വരെ പറിക്കാൻ മറന്നു പോയിട്ട് പള്ളിയിൽ വന്നിട്ടാണ് പറിച്ചിട്ടുള്ളത്. നമ്മളെ പ്രോ റൈഡർ പറഞ്ഞ് നമുക്ക് ആ പള്ളിന്റെ മുമ്പിൽ കൂടെ കാറും കൊണ്ട് ഇതാക്കാം, നമുക്ക് പട്ടി ഷോ ഓഫ് ആക്കാന്നൊക്കെ. നമ്മളെല്ലാവരും പണ്ട് ചെറുപ്പത്തിൽ കളിച്ച് ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? വല്ല ഫെറാറി പോർഷയിലാണെങ്കിൽ എന്നാൽ ഓക്കെ ആയിരുന്നു. ഐട്ടന് കാറും എടുത്തിട്ടാണ് പട്ടി ഷോ ഓഫ് ആക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നത്. എന്തേലാവട്ടെ, എന്തായാലും പൊരക്കെ കയ്യിലൂട്ടിയാ പോകേണ്ടത്. ഇനി ഞാൻ എന്റെ മൈൻഡിൽ ഒറ്റ കാര്യമില്ല, ഇനി പൊരക്ക് വേണം കേട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങണം. നേരത്തെ ഫുള്ള് ഉറക്കം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പെരുന്നാളിന്റെ മെയിൻ ഒരു നിസ്കാരമാണ്, അത് കഴിഞ്ഞ് ഇനി വേറെ കാര്യമൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഇനി അങ്ങോട്ട് ഉറങ്ങണം. ഇക്കാക്ക് ഉമ്മയിലും വേറെ കാറിലാണ്, ഞാൻ ഇവനും വേറൊരു കാറിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാം കാറും കൊണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഹൈറ്റ് ഇല്ലാത്ത 2 സാധനത്തിനെ പിടിച്ചിട്ട് ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബാ ഒന്ന് ബാ, ഇത് പോട്ടെ, ഇനി അടുത്ത ബാ, ഇനിയും കെട്ടിപ്പിടിക്കുന്നത്. കെട്ടിപ്പിടിക്കാൻ എത്തണ്ട, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ഇനി ഫുള്ള് ഫോട്ടോ ആണ്. ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് ഫാമിലീസ് എല്ലാരും കൂടി ഒരുമിച്ച് കാണുന്നത്. സത്യം പറയാം കഴിച്ച് എന്റെ പാന്റ് ഷർട്ടും കൊള്ളാവോ, എങ്ങനെയുണ്ട് കണ്ടിട്ട്. എല്ലാ അമ്മമാരും ഇമാതിരി ഓരോ സാധനം എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ലിനനല്ല കേട്ടോ, ഞാൻ ലിനന്റെ അല്ല എടുത്തത്, ഞാൻ വേറൊരു ക്ലോത്ത് ആണ് എടുത്തത്. എനിക്കറിയായിരുന്നു എല്ലാ ആൾക്കാരും ലിനൻ എടുക്കുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഫോട്ടോ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം എങ്ങനെയെല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റും എങ്ങനെയെല്ലാം എടുക്കുന്നുണ്ട്. ഇവരെല്ലാം എല്ലാം കഴിച്ചിട്ട് ഞാൻ എന്നിട്ട് വന്നിട്ട് നല്ല പൂരിയോ ഇറച്ചിക്കറി ഉണ്ട്, അത് ഇന്നലത്തെ കറിയാണ്. അതിന്റെ ഒപ്പം നല്ല മറ്റേ ഇളനീരിന്റെ ജ്യൂസും. നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് രാവിലെ എണീച്ച് വെള്ളം കുടിക്കുക, എന്താ സമാധാനം. എന്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയാണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള കോലം. ഞാൻ ഈ ബാഗി പാന്റ് പോലത്തെ പാന്റ് ഒന്നും ഇടാറില്ല, പക്ഷെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നിങ്ങളൊന്ന് കമന്റ്. രസം ഉണ്ട് കാണാൻ. ഞാൻ ഇനി എവിടെയും പോവൊന്നുമില്ല, ഞാൻ ഇനി കടന്നങ്ങോട്ട് ഉറങ്ങും. എവിടെ പോവാനാ? സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ്. കാണാൻ രസമുണ്ട്. അതിന് ഞാൻ ബോധം കിട്ടും, ഒരൊറ്റ ബോധം കിട്ടും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി പള്ളിയിൽ പോകണം, ജുമാക്ക് പോകണല്ലോ. എനിക്ക് പെരുന്നാൾ ജുമായും കൂടി ഒപ്പരം വരുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം 2 പ്രാവശ്യം പള്ളിയിൽ പോകണം. ദിവസം അങ്ങോട്ട് സ്പ്ലിറ്റ് ആയിട്ട് 2 പ്രാവശ്യം പള്ളിയിൽ പോയിട്ട് പിന്നെ മൂഡ് മൊത്തം അങ്ങ് പോയിട്ട് പിന്നെ കിടന്നുറങ്ങാനേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്നും ഉറങ്ങിയിട്ട് എണീച്ച് 12:30. മറ്റേ കുപ്പായ ഇൻസൈഡ് ഒന്നും ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ വേറെ ഏതോ ഒരു കുപ്പായ എടുത്തിടുന്നുണ്ട്. ഇനി പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കിടന്നുറങ്ങും. സോറി, മെയിൻ പാർട്ട് ഉണ്ട്, ചോറ് വെക്കൽ. അങ്ങനെ പള്ളിയും കഴിഞ്ഞിട്ട് എത്തിയിട്ട് ഇവിടെ നല്ല ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല കോഴി പൊരിച്ച് ബിരിയാണിക്ക് സെറ്റ്. നല്ല മട്ടൻ ബിരിയാണിയാണ്. അതിന്റെ മണം അടിച്ചിട്ട് തന്നെ ഇപ്പോൾ എന്റെ വായില് വെള്ളം വരും. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ നല്ല കുന്നുപോലെ അങ്ങോട്ട് ചോറെടുത്ത് മട്ടന്റെ മസാല ഒക്കെ കൂട്ടി കോഴി പൊരിച്ചിലും കൂട്ടിട്ട് നല്ല അച്ചമ്പറ
കൊല്ലം കൂട്ടിയിട്ട് ഒരു പിടിത്തങ്ങ് പിടിച്ചു മോനെ. ഓൾറെഡി മയങ്ങിക്കിടക്കുന്നവനക്ക് ഒരു മയക്കുവടിയും കൂടി കൊടുത്തെന്ന് പറയത്തില്ല. അതുപോലെയാണ് ഈ ബിരിയാണി കഴിച്ചപ്പോ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇല്ല ബാക്കി പാർട്സ് ഞാൻ എടുത്തിട്ട് ഇവനിക്ക് കൊടുത്തിട്ടുണ്ട്. കാലൊടിഞ്ഞ് ഇവൻ അതൊക്കെ ഇങ്ങനെയല്ല കഷ്ടപ്പെട്ട് തിന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മയങ്ങി കിടക്കുന്നവനക്ക് മയക്കുവടിയും കൂടി വെച്ച് എന്തായിരിക്കും അവസ്ഥ, അതുപോലെ ഞാൻ പിന്നെ ബോധം വെക്കണ്ട. ബിരിയാണി കൂടി തിന്നോക്കുമ്പോ എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉറങ്ങുവാണ്. ഞാൻ ബോധം ആ ഉറക്കം ഉറങ്ങി നോക്കുമ്പോ എനിക്ക് ബോധം ഇല്ലായിരുന്നു. ഫുൾ അങ്ങോട്ട് ബോധം പോയ പോലെയായിരുന്നു ഉറങ്ങിയത്. ഞാൻ ഉറങ്ങിയിട്ട് എണീച്ചിട്ട് എനിക്ക് തന്നെ അതിശയം. ഞാൻ ഇത്ര സമയം കിടന്ന് ഉറങ്ങിയ വൈകുന്നേരം ഒരു 2:30-3 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയതാണ്. അപ്പൊ ഞാൻ എണീച്ചിട്ട് സമയം നോക്കുമ്പോ നിങ്ങൾ നോക്കി 7:25 ആയി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പെരുന്നാള് കഴിഞ്ഞാ തീർന്നപ്പോ ഇന്നത്തെ ദിവസം തീർന്നു കഴിഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് ഉറങ്ങി തീർന്നു. ഓക്കെ ബൈ, പിന്നെ കാണാം.